വലിയ രസമൊന്നുമില്ല, കഴിക്കണൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ബാബിന്റെ സ്ഥിരം ആയുധമാണ്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കുറച്ച് ദിവസമായില്ല നമ്മൾ കണ്ടിട്ട്. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഒരു കുഞ്ഞു വ്ലോഗാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്ന സ്ഥലമുണ്ട് ബാൽക്കണി. ബാൽക്കണിയിൽ വന്നതിന് ശേഷമാണ് പിന്നെ താഴേക്കൊക്കെ ഒന്ന് പോകാട്ടോ. പിന്നെ അങ്ങനെ മഴയൊന്നുമില്ല, വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗണിന് കുറച്ച് ഇളവൊക്കെ ഇല്ലേ, അത് കാരണം. അപ്പോൾ ഇനി താഴേക്ക് പോട്ടെട്ടോ. വാവാശിക്കുട്ടി എണീറ്റിട്ടില്ല. അപ്പോൾ ഇക്കു പോകാൻ സമയമാകുമ്പോഴേക്ക് എന്തെങ്കിലും ഇക്കുന് ചെറിയ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. താഴേക്ക് വന്നാൽ ആരും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പം ഇനി ഫ്രണ്ടിലെ ഡോറൊക്കെ ഒന്ന് തുറക്കട്ടെ. കയറുന്ന വിചാരിച്ചിട്ട് ലേറ്റൊക്കെ ഇടണേ. അപ്പം അതൊക്കെ ഒന്ന് കിടത്തി ഇനി ഇക്കൊന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. ഇക്കൂടെ ഫേവറേറ്റ് കടി ഞാൻ വ്ളോഗിൽ പറയലുണ്ടല്ലോ ഇടയ്ക്ക്. നമ്മൾ ഇനി പത്തിരി ചപ്പാത്തി തന്നെ ലേറ്റ് ആവിച്ചിട്ടാണ് അറിയില്ല. ഇത്രയാളെ ഫേവറേറ്റാണ്. നമ്മളെന്തല്ല കേട്ടോ കടി ഉണ്ടാക്കാം, നമ്മൾ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പോണതല്ലേ. ദോശയുടെ മാവ് റെഡി, ചട്ടിയൊക്കെ. ഇതാണ് കേട്ടോ എൻ്റെ വെയിറ്റ് ലോസ് ഡ്രിങ്കിൻ്റെ പൗഡർ. അതേ കുടിക്കും വെറുമായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രീൻ ടീ. സാധാ ചായ നിർത്തിയിപ്പോൾ പഞ്ചസാര കാര്യങ്ങളൊക്കെ പതുക്കെ ഒഴിവാക്കി തുടങ്ങി. പതുക്കെ എന്നല്ല, പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അപ്പം ചായ ഉണ്ടാക്കാനുള്ള വെള്ളം നല്ല തിളച്ചത്. ഇതിങ്ങനെ ലീവ്സാണ് കേട്ടോ, ഇതിൽ ഡ്രൈ ലീവ്സാണ്, പൗഡർ ഫോമിലല്ല. ഗ്രീൻ ടീ ആക്കേണ്ടി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് പൊട്ടിക്കട്ടെ.
ബാബിൻ്റെ സ്ഥിരം ആയുധമാണ്. അപ്പോൾ ചട്നി ഇന്ന് പച്ച മുളക് ഇട്ടിട്ടാണ് കേട്ടോ. ഉണക്കമുളക് ഇട്ടിട്ട് ചുവപ്പ് കളറല്ല, പച്ച കളറാണ്. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് എടുത്തിട്ടുണ്ട്. പലരും പല സ്റ്റൈലിലാവില്ല ചട്നി ഉണ്ടാക്കുക. നമ്മൾ വീട്ടിൽ ചട്നി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഉണക്കമുളകാണെങ്കിലും അങ്ങനെ നമ്മൾ വറുത്തിട്ടുണ്ടാക്കൂല കേട്ടോ. അതിവിടെ വലിയ ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ് പൊട്ടുകടലയും മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കില്ല പച്ച കളറിൽ. പട്ടാമ്പിയിൽ എൻ്റെ ബാബി ഉണ്ടാക്കും, നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ ചട്നി നമുക്ക് കടുക് വറുക്കാം. മീൻകറി ഇല്ല, മീൻകറി കഴിഞ്ഞിക്കണേ. ആ എന്നാൽ നാളെ കൂട്ടാം. കഴിഞ്ഞിക്കണേന്ന് പറഞ്ഞാണ്ട് കേൾക്കൂല. വേപ്പിനില പൊടിച്ചില്ല, വേപ്പിനില പൊടിച്ചു തരാം കേട്ടോ. പെക്കുനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി. വലിയ രസമൊന്നുമില്ല, പക്ഷെ അപ്പം നമ്മൾ ഡ്രിങ്ക് കുടിക്കട്ടെ. വലിയ രസമൊന്നുമില്ല, കഴിക്കണമൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇടങ്ങറായിട്ട് കുടിക്കണമെന്നല്ലേ. ഇടങ്ങറായി കുടിച്ചാലല്ലേ കുറച്ചെങ്കിലും വെയിറ്റ്. ഞാനേ എന്താ പറയുക, വെയിറ്റ് കുറയൂല, പക്ഷെ കാഴ്ചക്ക് കുറച്ച് മെലിഞ്ഞ പോലെ തോന്നും. പക്ഷെ വെയിറ്റ് കുറയാൻ കുറച്ച് ബോൺ വെയിറ്റ് ഉണ്ടെന്നാ പറയാം. മെയിൻ എന്താ അറിയോ, ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഒന്ന് വെയിറ്റ് കുറക്കാൻ നല്ലതെന്ന് പറയും. നല്ലത് തന്നെയാണ്. അപ്പോൾ അത് കാരണം പിന്നെ കുറേ കൂട്ടുകാർ എന്നോട് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ എന്ത് സംഭവം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ മുഴുവനായിട്ട് കംപ്ലീറ്റ് ആക്കൂല. ചെയ്യും, പക്ഷെ അതുകൊണ്ട് കംപ്ലീറ്റ് ആക്കൂല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മുഖം കഴുകും. അതെൻ്റെ ഒരു ഫേസ് പാക്ക് പൗഡർ ഉണ്ട്. ഒന്നുമില്ല, കാര്യമായിട്ട് ചെറുപയർ പൊടിയും ഇരട്ടി മധുരപ്പൊടി മിക്സ് ആക്കിയിട്ട് അത് വെച്ച് മുഖം കഴുകി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി മിക്സ് ആക്കിയിട്ട് സ്പ്രേ ബോട്ടിലാക്കി ഞാൻ കാണിച്ചു തരട്ടോ. അത് മിക്സ് ആയി മുഖത്ത് സ്പ്രേ ചെയ്യും. അത്ര തന്നെ, വേറെ ഒന്നും ചെയ്യില്ല. പിന്നെ ഇങ്ങനെ കിച്ചണിൽ കയറല്ലേ. അപ്പം ഇനി ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് വേണം. അപ്പം ഇന്ന് പൂരിയും ചിക്കൻ റോസ്റ്റും ഉണ്ടാക്കാൻ വെച്ചു. അപ്പം ഇക്കു ദോശയും ചട്നി കഴിച്ചു. ഇനി കുറച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ ഇക്കു അത് കഴിക്കും. നമുക്ക് പൂരിയും ചിക്കൻ റോസ്റ്റ്. അപ്പം അതിൻ്റെ പണികളൊക്കെ നോക്കട്ടെ കേട്ടോ.
അപ്പോൾ നമുക്കല്ല ചായൻ്റെ കടയിൽ നിന്ന് ബൂരിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ ബൂരി ഇതൊന്നും ഇക്കു കഴിച്ചിട്ട് പോകില്ല. പിന്നെ പത്തിരി അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇക്കു പറയും മിക്ക ദിവസങ്ങളിലും ദോശ മതി. ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു എന്താ പറയുക ബ്രേക്ക് ടൈം ഉണ്ടാവില്ല, ആ ഒരു ടൈമിൽ വരും കേട്ടോ, ഒരു 10-11 മണിയാകുമ്പോൾ. അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഇതിലേക്ക് കോമ്പിനേഷൻ ആയിട്ട് നല്ലൊരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബാബിക്ക് സ്പെഷ്യലായിട്ടുള്ള നമ്മൾ ഇഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചായക്ക് കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ വാവച്ചിക്ക് ആദ്യം ചായ കൊടുക്കുകയാണ്. വാവച്ചിക്ക് ചായ കൊടുക്കുന്ന ടൈമിൽ ഞാനിത് ഷൂട്ട് ചെയ്താണ് കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഫോണില്ലാണ്ട് അവൾ അങ്ങനെ ഫുഡ് കഴിക്കൂല. അപ്പോൾ ഫോൺ കൊടുക്കും വേണം, ആ ഫോണിലാണ് ഞാൻ ഷൂട്ടിങ്ങും ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി അവൾക്ക് ഫുഡ് കൊടുക്കട്ടെ. അപ്പോൾ അവളുടെ ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം അവൾ എണ്ണ തേച്ച് കുളിപ്പിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അവൾക്ക് ഇത് തേച്ച് കൊടുക്കാൻ ദിനേശ് വല്യാതി വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾ റെഡി ആവുന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചില സമയത്ത് ഭയങ്കര ഇഷ്ടമാണ്, ചില സമയത്തുണ്ടല്ലോ അവൾക്ക് ഭയങ്കര ദേഷ്യമായിട്ടോ എണ്ണ തേക്കണത്. ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിൽ അവൾ എണ്ണ തേപ്പിച്ചിട്ടോ കുളിക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതേപോലെ ഞാനും ഇതന്നെ ഇടയ്ക്കും മുഖത്ത് തേക്കും കേട്ടോ. നല്ല ഒരു ഓയിലാണ്, വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു ഓയിലാണ് ഇത്. പിന്നെ നമുക്ക് മെഡിക്കൽ സ്റ്റോർ എന്ന് പറയും, നമ്മൾ ആരോഗ്യശാലയിലൊക്കെ നമുക്കിത് മേടിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ ഈ ഓയിൽ. പറഞ്ഞോടെ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ് പറഞ്ഞ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ഉച്ചക്കലത്തെ സ്പെഷ്യലായിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നമ്മൾ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് കുതിർത്താൻ വേണ്ടി വെക്കാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ അവളെ കുളിപ്പിച്ച് കൊടുക്കാൻ പോകുന്ന സമയം കൊണ്ട് അത് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. വാവച്ചിനെ കുളിപ്പിച്ച് കൊടുത്തിട്ട് താഴത്തേക്ക് വിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് മൊബൈലിൽ കാണുന്നതാണ്. അപ്പോൾ ഇനി ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ഉച്ചക്കൾക്ക് വെജിറ്റബിൾ പുലാവും അതുപോലെ തന്നെ നമ്മളൊരു സ്പെഷ്യലായിട്ടൊരു ചിക്കൻ കറിയാണ് കേട്ടോ. ഈ വെജിറ്റബിൾ പുലാവ് തന്നെ സംഭവം എൻ്റെ ഓർമ്മയിൽ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ പിന്നെ നമ്മൾ പഴയ ഒരു ഫിലിമില്ലേ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ട് റോമൻ്റെ, അതിലിങ്ങനെ കാണാം എപ്പോഴും ഒരു തടിയെത്തിണ്ടല്ലോ, ഞാൻ വല്ല മെലീതായിട്ട് വരില്ല. ആ ആക്ട്രസ് പറയും എന്താ പറയുക പുലാവ് എപ്പോഴും. എനിക്ക് തോന്നി പുലാവ് എന്താണെന്ന് എനിക്ക് കറക്റ്റ് കേട്ടിട്ടുണ്ട്, ഇതുവരെ കഴിച്ചിട്ടില്ല എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാൻ നോക്കി. അപ്പോൾ ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടാണ് കേട്ടോ ഒരു റെസിപ്പി. ഇത് എൻ്റെ ഫേവറേറ്റിലൊരു യൂട്യൂബറും കൂടി ഉണ്ട്. ആ യൂട്യൂബറിൻ്റെ മോംടാസ്റ്റിക് ബൈ ഷംസീറ, ആ ഷംസീറത്താൻ്റെ ഇതിൽ വ്ളോഗിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് അത് ഉണ്ടാക്കുന്ന വിശേഷങ്ങൾ കാണാം കേട്ടോ. നമ്മുടെ അടുത്തുള്ള ബസ്മതി അരി, അപ്പം നമ്മൾ ബസ്മതി അരി കുതിർത്തി വെക്കാം. അപ്പം ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പം നമ്മൾ അരി കഴുകിയെടുത്തിട്ട് കേട്ടോ ബസ്മതി. ഇനി നമുക്കത് കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അപ്പോൾ നമുക്ക് ബസ്മതി അരി ഒരു 10-15 മിനിറ്റ് കുതിർത്തി വെക്കാം കേട്ടോ. ബസ്മതി അരി കുതിർക്കാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്, ചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു മണ്ണിലും ചട്ടിയായിട്ട് എടുത്തിട്ടുള്ള, നിങ്ങൾക്ക് വേണമെങ്കിൽ കടായോ പോട്ടോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ബിരിയാണി പോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്കാണ് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ എല്ലാം ഒരു 3 കഷ്ണം വീതം എടുത്തിട്ട് അതിലേക്ക് ബേ ലീവ്സ് എൻ്റെ കയ്യിൽ ഡ്രൈ ആയതില്ല, അപ്പോൾ വീട്ടിലുണ്ട് കേട്ടോ ബേ ലീവ്സ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 മതി. വലുതാണ് വലിയ വലുപ്പമുള്ളത് 2 മതി കേട്ടോ. ഞാൻ ഇവിടെ ഒരു 3-4 സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
അതിൻ്റെ നിറം മാറുന്നതിന് മുൻപ് തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ നമ്മൾ സവാള നന്നായി വഴറ്റി വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ എത്രയാണോ ചിക്കൻ എടുത്തിട്ടുള്ളത് ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കളർ മാറുന്നവരേക്കൊന്ന് അപ്പോൾ നമ്മൾ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒന്നെങ്കിൽ നെയ്യ് ഒഴിക്കാം അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഉള്ള കാരണം ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരത്തെ ചിക്കൻ കറിയിൽ ഇട്ടപ്പോൾ തന്നെ കറുവപ്പട്ട, ഏലക്കായ, പിന്നെ ഗ്രാമ്പൂ, ബേ ലീവ്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3 സവാള, ചെറിയ 3 സവാള അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. എൻ്റെ ക്യാമറ ഓഫായ കാരണമാണ് ഞാനിത് റിപ്പീറ്റ് അടിച്ചിട്ട് പറയുന്നത്. ഫോൺ ഓവർ ഹീറ്റായ കാരണം സവാള ഇടുന്നത് കാണിച്ചില്ല കേട്ടോ. സവാള ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട്. അപ്പോൾ നമ്മൾ ഉള്ളി നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കവും ക്യാരറ്റും വേറെയും വെജിറ്റബിൾസൊക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇവിടെ നന്നായിട്ടൊന്ന് അധികം നല്ലോണം വഴറ്റുന്നില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്തിട്ടുള്ള നമ്മളെ ബസ്മതി അരി ഇല്ലേ, അത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ 1 കിലോനാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുത്തിട്ട് ഈ വെജിറ്റബിൾസും നമ്മൾ അരിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈയെടുക്കാതെ ഒന്ന് ഇതേപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് കപ്പിലാണ് അളന്നിട്ടുള്ളത്, 1 കപ്പ് അരിയാണ്. അപ്പോൾ 2 കപ്പ് വെള്ളമല്ല ചേർത്ത് കൊടുക്കണം. ബസ്മതി അരിക്ക് നമ്മളൊരു ഇതുണ്ട്, 2 കപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അരി വേവ് ഏറിപ്പോവും. അപ്പോൾ 1.5 കപ്പ്. പിന്നെ നമ്മൾ ഓൾറെഡി കുതിർത്ത് വെച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് 1.5 കപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്കിതൊന്ന് പ്രഷർ കുക്കറിലൊന്ന് നിങ്ങളുടെ കുക്കറിന് എത്ര വിസിലാണ് നമ്മൾ സാധാരണ അരി വെക്കുമ്പോൾ അതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. നമ്മൾ ചിക്കൻ കറി നോക്കിയോക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ, വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിക്കൻ കറിയിൽ ഇങ്ങനെ ഉരുളൻകിഴങ്ങും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഉള്ള കാരണം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോൻ്റെ ഫോണിൽ നമ്മളെ ക്യാമറ ചൂടായി, ഫോണിൻ്റെ ഈ കുക്ക് ചെയ്യുന്ന ഹീറ്റ് കൊണ്ട്. അതുകൊണ്ട് ആ സമയത്ത് എടുക്കാൻ പറ്റില്ല, ഫോൺ ഓഫായിപ്പോയി. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് തൈരാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കട്ടത്തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നമ്മളെ കയ്യിലുള്ള പുളിയുള്ള മോരാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ചിക്കൻ കറി എന്തൊക്കെയാണ് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചിക്കനിൽ കുറച്ച് പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കട്ടത്തൈര് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. കാരണം ഞാൻ എൻ്റെ കയ്യിൽ കട്ടത്തൈര് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ചിക്കനൊക്കെ ഒന്നും കൂടി സോഫ്റ്റ് ആവും. കുറച്ച് നേരത്തെ ഒഴിക്കണം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, 1 കപ്പ് അണ്ടിപ്പരിപ്പട്ടെ കുതിർത്ത് വെച്ചിട്ടുണ്ടെന്ന് ഈ അണ്ടിപ്പരിപ്പ് ഇതിലേക്ക്
ചേർത്തിട്ട് അത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി ഇതുപോലെ അരച്ചെടുത്താൽ മതി. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കൊന്നും കൂടി വറ്റിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. കിണന്ന് വന്ന വെള്ളവും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചതിന് ശേഷം വേണമെങ്കിൽ പേസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ച് കൊടുക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് പുളി കുറച്ചധികം ഉണ്ടെങ്കിൽ കുറച്ചൊരു പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ടേസ്റ്റൊക്കെ കറക്റ്റാണ്. ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ കുറച്ചിട്ടാ, മധുരം ഏറല്ല. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ, ക്രീമി ആയിട്ടുള്ള. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക്, ഒരു 4 പച്ചമുളക് കേട്ടോ. നീളം പച്ചമുളക് ഉണ്ടെങ്കിൽ നീളം ഇട്ട് കൊടുത്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളങ്ങനെ വരുന്നുണ്ട്, അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് ചൂടാക്കാൻ ഇതിലേക്ക് നമ്മളെ കറി റെഡി. അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ട് കഴിഞ്ഞ് പുലാവ് വിസിലാക്കാം. എത്ര വിസിലാണ് നോക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ ഏകദേശം ഒരു 5-6 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വെച്ചത് കറക്റ്റായിരുന്നു. കാരണം നമ്മൾ ചില ബസ്മതി അരിക്ക് നമ്മൾ 1 കപ്പ് അരിക്ക് നമ്മൾ 2 കപ്പല്ല വെള്ളം എടുക്കാറ്. ബസ്മതി അരി ഒന്ന് കുതിർത്തും കൂടി ചെയ്തുകൊണ്ട് നമ്മൾ വെള്ളത്തിലെടുത്ത് കുതിർത്തിയെടുത്ത കാരണം ഞാൻ 1.5 കപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ പുലാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല വെള്ളമൊക്കെ വറ്റി നല്ല മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ പുലാവിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ക്യാമറ കുക്കിങ്ങിൻ്റെ ടൈമിൽ ഹീറ്റായ കാരണമാണ് ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കാഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ ഇതേപോലെ ചെറിയൊരു സർവിങ് ബൗളിലാക്കിയിട്ട് നമ്മളൊന്ന് സെർവ് ചെയ്തിട്ട് കഴിക്കുകയാണ് ചെയ്യുക. പുലാവ് എന്താ പറയുക, ഇഷ്ടപ്പെടുന്നവർ ഉണ്ടാവും. വെജിറ്റബിൾ ട്രൈ ചെയ്യണവർ വെജിറ്റബിൾ ട്രൈ ചെയ്യുക. ഇത് ഞാൻ വെജിറ്റബിളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കനിലും മട്ടനിലും പുലാവ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കറി നല്ല ടേസ്റ്റിലായിരുന്നു, നല്ല സ്മെല്ലും ഉണ്ട്, നല്ല ക്രീമി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി വാവച്ചക്കും ഇനൂസിനും ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. ഇനൂസിന് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കഴിയും. ഇടയ്ക്ക് അവനൊന്ന് വാരി കഴിക്കൂട്ടാ. പിന്നെ വാവച്ചയ്ക്ക് ഉറങ്ങി എണീറ്റിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഫുഡൊക്കെ ഒന്ന് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇങ്ങനെ വാവച്ചയ്ക്ക് ഇത് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിട്ടിരിക്കുന്നുണ്ട്. ഇനൂസ് ഓൺലൈൻ ക്ലാസ്സിലുമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ബിരിയാണിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഇങ്ങനത്തെ നെയ്ച്ചോറിൻ്റെ കൂടെ പപ്പടം കൂട്ടി കഴിക്കാൻ ഇഷ്ടം, ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ പുലാവ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിൽ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയൊക്കെ കഴിക്കില്ല, അതേപോലെ തന്നെ ചിക്കൻ്റെ ആണെങ്കിൽ ചിക്കൻ്റെ ഫ്ലേവറിലുണ്ട് ഒന്നും കൂടി അടിപൊളിയാവും. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറയാനില്ല. നമ്മൾ മന്തി കബ്സ അതെല്ലാം വേറൊരു ഫ്ലേവർ, ഇത് വേറൊരു ഫ്ലേവർ, അങ്ങനെ കേട്ടോ എനിക്ക് തോന്നി. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്ന കാരണമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമുള്ള. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.